ഗാന്ധി സെൻറ്റർ ഫോർ റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ യൂട്യൂബ് ചാനലായ സ്വദേശി GCRD ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുണ്ടാക്കുന്ന സാധനങ്ങളിലെ പോരായ്മകൾ പരിഹരിച്ച് ഗുണനിലവാരമുള്ള രുചികരമായിട്ടുള്ള സാധനം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ പോരായ്മകൾ പരിഹരിക്കുന്നതിന് വേണ്ടി സ്വദേശി ടിപ്സ് എന്ന പേരിൽ സ്വദേശിയുടെ യൂട്യൂബ് ചാനൽ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് സ്ക്വാഷ് ഉണ്ടാക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ തന്നെ 2 എപ്പിസോഡിലായിട്ട് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. സ്ക്വാഷുകൾ പഞ്ചസാര ചേർത്തുണ്ടാക്കാവുന്ന അല്ലെ ശർക്കര ചേർത്തുണ്ടാക്കാവുന്ന എല്ലാവർക്കും കഴിക്കാവുന്ന പൊതുവായിട്ടുള്ള സ്ക്വാഷുകൾ പ്രമേഹമുള്ള ആൾക്കാർക്ക് അവർക്ക് കഴിക്കുന്നതിന് വേണ്ടി അവർക്ക് കുടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഔഷധ ഗുണമുള്ള പഞ്ചസാര ചേർക്കാത്ത സ്ക്വാഷ് ഇനങ്ങളെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു. ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് നമ്മുടെ പഴങ്ങളിൽ നിന്നുള്ള സ്വാഭാവികമായിട്ടുള്ള എസൻസ് അല്ലെങ്കിൽ ഫ്ലേവർ, ആ ഫ്ലേവർ എടുത്തുകൊണ്ട് എങ്ങനെ സ്ക്വാഷ് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ അത്തരത്തിൽ ഫ്ലേവർ എടുക്കാൻ സാധിക്കുന്ന, എസൻസ് എടുക്കാൻ സാധിക്കുന്ന പഴങ്ങൾ അല്ലെങ്കിൽ സാധനങ്ങൾ, ഒന്ന് നമുക്ക് ഇഞ്ചി എടുക്കാം, ഇഞ്ചിയുടെ ഫ്ലേവർ നമുക്കെടുക്കാം, അല്ലെങ്കിൽ ജാതിക്കയുടെ ഫ്ലേവർ നമുക്കെടുക്കാം, നറുനീണ്ടിയുടെ ഫ്ലേവർ എടുക്കാം, പുതിനയുടെ ഫ്ലേവർ എടുക്കാം. അങ്ങനെ രുചികരമായി നമുക്ക് ഇഷ്ടപ്പെടുന്ന ഫ്ലേവറുകളിൽ എസൻസ് എടുത്തുകൊണ്ട് നമുക്ക് സ്ക്വാഷ് ഉണ്ടാക്കുമ്പോൾ അത് ഒരേ സമയത്ത് രുചികരമായിട്ടുള്ള സ്ക്വാഷ് ആകുകയാണ്. അതോടൊപ്പം തന്നെ അത് ഔഷധ ഗുണമുള്ള സ്ക്വാഷാക്കി മാറ്റുന്നതിന് നമുക്ക് സാധിക്കുകയാണ്. നമ്മുടെ സ്ക്വാഷ് ഉൽപ്പന്നങ്ങളിലെ ഏറ്റവും നല്ല സ്ക്വാഷ് ഇഞ്ചി നാരങ്ങ സ്ക്വാഷാണ്. അപ്പം ഇഞ്ചിയുടെ ഫ്ലേവറിൻ്റെ കൂട്ടത്തിൽ നാരങ്ങ നീരും കൂടി ചേർക്കുമ്പോൾ അതിലുണ്ടാകുന്ന അത്ഭുതകരമായ മാറ്റമാണ് ഇഞ്ചി നാരങ്ങ സ്ക്വാഷിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ജാതിക്കയുടെ പുറന്തോടിൽ നിന്നുണ്ടാക്കുന്ന ജാതിക്കയുടെ ഫ്ലേവർ എടുത്തുകൊണ്ട് അതിന് കൂടെ ചിലപ്പം ജാതിക്കയുടെ കുരുവും കൂടി ചേർത്തിട്ടുണ്ട്, ജാതിപത്രിയും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ റിച്ച് ആയിട്ടുള്ള ഫ്ലേവർ കിട്ടും. ആ രീതി ഉണ്ടാക്കാൻ സാധിക്കുന്ന ജാതിക്ക സ്ക്വാഷ് വളരെ രുചികരമായിട്ടുള്ള സ്ക്വാഷുകളിൽ ഒന്നാണ്. അതോടൊപ്പം തന്നെ അത് ഔഷധ ഗുണമുള്ള നമ്മുടെ വയറ് സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകൾക്കെല്ലാം ശമനം ഉണ്ടാക്കുന്ന സ്ക്വാഷ്, ഒരേ സമയം സ്ക്വാഷും അതുപോലെ തന്നെ മരുന്നുമായിട്ട് മാറുന്നതാണ്. മൂന്നാമത്തേത് പുതിന സ്ക്വാഷാണ്. നമുക്കറിയാം, പുതിനയില നമ്മൾ സാധാരണ മിൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ക്വാഷ് ഉൽപ്പന്നങ്ങളിലെല്ലാം പ്രധാനമായിട്ട് ചേർക്കപ്പെടുന്ന സാധനമാണ്. അതിൻ്റെ ഇലയിൽ അടങ്ങിയിട്ടുള്ള ആ മിൻറ്റ്, ആ ഔഷധ ഗുണമുള്ള മണം, ആ എസൻസ്, അത് നമുക്ക് സ്ക്വാഷിലേക്ക് യോജിപ്പിക്കാൻ സാധിച്ച് ആ രീതിയിൽ നമുക്ക് രുചികരമായിട്ടുള്ള സ്ക്വാഷ് ഉണ്ടാക്കാൻ സാധിക്കും. ഇതോടൊപ്പം തന്നെ നമുക്ക് പണ്ട് മുതൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് നറുനീണ്ടി സ്ക്വാഷ്. ഈ നറുനീണ്ടി സ്ക്വാഷ് നമുക്ക് മധുരമുള്ളതായിട്ടും ഉണ്ടാക്കാം, മധുരമില്ലാതെയും ഉണ്ടാക്കാം. അതിന് കൊടുത്ത് അല്പം നാരങ്ങാനീരോട് ചേർന്നിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ രുചി ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത്. നറുനീണ്ടിയുടെ ഔഷധ ഗുണം രക്തശുദ്ധീകരണത്തിനുള്ള ഏറ്റവും നല്ല സാധനമാണ്. നമ്മൾ വെറുതെ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് നറുനീണ്ടി കഴിച്ചാൽ പോലും അതിന് മെഡിസിനൽ വാല്യൂ നന്നായിട്ട് കിട്ടുന്നുണ്ട്. ആ മെഡിസിനൽ വാല്യൂ നമുക്ക് എസൻസ് എടുത്തുകൊണ്ട് നമ്മുടെ സ്ക്വാഷുകളിലേക്ക് നമുക്കൊന്ന് കൊണ്ടുവരാൻ സാധിച്ചാൽ അതെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സ്ക്വാഷായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ക്വാഷുകൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പ്രത്യേകമായിട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര പാനി ഉപയോഗിച്ചുണ്ടാക്കുന്ന ആൾക്കാരാണ് എങ്കിൽ പഞ്ചസാരയും വെള്ളവും, അതോടൊപ്പം നമ്മുടെ ഏത് മരുന്നാണ് എടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ മരുന്ന്
അതിലേക്ക് ഇട്ട് തിളപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ പഞ്ചസാര ലായനി ഉണ്ടാക്കി തിളയ്ക്കുന്ന സമയത്ത് അതിലേക്ക് നറുനീണ്ടിയാണെങ്കിൽ നറുനീണ്ടിയിട്ട് തിളപ്പിക്കുക, പുതിനയിലയാണെങ്കിൽ പുതിനയില ഇട്ട് തിളപ്പിക്കുക, ജാതിക്കയാണെങ്കിൽ ജാതിക്ക ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്കിട്ട് തിളപ്പിക്കുക, ഇഞ്ചിയാണെങ്കിൽ ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് തിളപ്പിക്കുക. അങ്ങനെ തിളപ്പിക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിൻ്റെ ഫ്ലേവർ, അതിൻ്റെ എസൻസ് പുറത്തേക്ക് പോകരുത്. ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് കുക്കറായിരിക്കും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പാത്രം. കാരണം കുക്കറിൻ്റെ വിസിൽ അനങ്ങാൻ തുടങ്ങുന്ന സമയത്ത് തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ഫ്ലേവർ അല്ലെങ്കിൽ എസൻസ് പുറത്തോട്ട് പോകില്ല. അത് ആവിയായിട്ട് മുകളിലേക്ക് തട്ടി അത് ഘനീഭവിച്ച് വീണ്ടും വന്ന് നമ്മുടെ പഞ്ചസാര ലായനിയിലേക്ക് അല്ലെ ശർക്കര ലായനിയിലേക്ക് അതിലേക്ക് ലയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കുമ്പോൾ അതിന് എത്ര അളവിൽ എടുക്കണം എന്നുള്ള കാര്യം നേരത്തെ സ്കോച്ച് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആൾക്കാർ അവർക്കെല്ലാം ഒരു ധാരണയുണ്ട്. സ്കോച്ച് ഉണ്ടാക്കുമ്പോൾ സ്കോച്ചായിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഏറ്റവും എടുക്കേണ്ട പഞ്ചസാരയുടെ അളവ്, എടുക്കേണ്ട ശർക്കരയുടെ അളവ്, എടുക്കേണ്ട വെള്ളത്തിൻ്റെ അളവ്, ഒരു ശരാശരി എടുക്കേണ്ടതിന് തിക്നെസ് കൃത്യമായിട്ട് എടുക്കുന്നതിന് സാധിക്കുന്നത് ഒരു 2 കിലോ പഞ്ചസാരയും ഒരു 1.5 ലിറ്റർ അത്രയും തന്നെ വെള്ളവും 1.5 ലിറ്റർ ആയാലും കുഴപ്പമില്ല. 2 കിലോ പഞ്ചസാരയും 1.5 ലിറ്റർ വെള്ളവും, അതോടൊപ്പം തന്നെ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഫ്ലേവർ ഏതാണ് ആ ഫ്ലേവർ ഒരു 300 ഗ്രാം വരെ ആകാം. പുതിനയാണെങ്കിൽ അങ്ങനെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് ഇഞ്ചി, നാരങ്ങ, ജാതിക്ക തുടങ്ങിയ ഇഞ്ചി, ജാതിക്ക, നറുനീണ്ടി തുടങ്ങിയ സാധനങ്ങൾ കാര്യമാണ്. ഒരു 300 ഗ്രാം വരെ 250-300 ഗ്രാം വരെ എടുക്കാമെന്ന് സൂചിപ്പിച്ചത്. അതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് വേണം ഇതിലേക്ക് പഞ്ചസാര ലായനിയിലേക്ക് ഇടുന്നതിന്. അതോടൊപ്പം തന്നെ പുതിനയാണ് എങ്കിൽ പുതിന ഒരു 25-30 ഗ്രാം ആവശ്യമുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇതെല്ലാം ഇടുന്ന സമയത്ത് നമ്മൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്ക്വാഷ് ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ രുചി ഒന്നുകൂടി നന്നാക്കുന്നതിന് വേണ്ടി അതിൻ്റെ അകത്ത് ആവശ്യത്തിനുള്ള പുളിപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നതിനുള്ള സാധനങ്ങൾ നമ്മൾ ചേർക്കേണ്ട ആവശ്യമുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ നാരങ്ങാനീര് ചേർക്കുന്നില്ലാത്ത സ്ക്വാഷാണെങ്കിൽ അതിൻ്റെ അകത്ത് പുളിപ്പിൻ്റെ അംശം ഉണ്ടാക്കി കൊടുത്തെങ്കിൽ മാത്രമേ അത് കൂടുതൽ രുചികരമായി സ്ക്വാഷായിട്ട് മാറുകയുള്ളൂ. അതിനുവേണ്ടി സിട്രിക് ആസിഡ് ചേർക്കേണ്ട ആവശ്യമുണ്ട്. സിട്രിക് ആസിഡ് 15 മുതൽ 20 ഗ്രാം വരെയാണ് ചേർക്കേണ്ടത്. സിട്രിക് ആസിഡ് 15 മുതൽ 20 ഗ്രാം വരെ. അത് പഞ്ചസാര ലായനി അല്ലെ ശർക്കര ലായനി തിളയ്ക്കുന്നത് തൊട്ട് മുമ്പായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ തിളയ്ക്കാൻ ആരംഭിക്കുന്ന സമയത്താണ് അതിലേക്ക് നമുക്ക് ഫ്ലേവർ എടുക്കുന്നതിനുള്ള, എസൻസ് എടുക്കുന്നതിനുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കേണ്ടത്. അങ്ങനെ ഇട്ട് കൊടുത്ത് കുക്കറിൻ്റെ അടപ്പ് അടച്ചതിന് ശേഷം വിസിലും കൂടി ഇടുക. വിസിൽ അനങ്ങാൻ തുടങ്ങുമ്പോൾ തീ ഓഫ് ചെയ്യുക. അതിൻ്റെ അകത്ത് ഫ്ലേവർ ഒട്ടും പുറത്തേക്ക് പോകരുത്. കുക്കർ ആകുമ്പോൾ അതൊരു 5-6 മണിക്കൂർ സമയത്തേക്ക് അതിനകത്തിരുന്ന് ചൂടാകുകയും ഈ മരുന്നുകളുടെ എല്ലാം ഫ്ലേവർ നീരാവിയായിട്ട് മുകളിലേക്ക് ചെല്ലുകയും അത് വീണ്ടും ജലത്തുള്ളികളായിട്ട് നമ്മുടെ പഞ്ചസാര ലായനിയിലേക്ക് അല്ലെങ്കിൽ ശർക്കര ലായനിയിലേക്ക് വന്ന് കലരുകയും ചെയ്യുന്നു. അങ്ങനെയാണ് നമുക്ക് ഈ ഫ്ലേവർ, റിച്ച് ആയിട്ടുള്ള ഫ്ലേവർ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫ്ലേവർ എടുത്തുകൊണ്ട് അല്ലെ എസൻസ് എടുത്തുകൊണ്ട് എങ്ങനെയാണ് സ്ക്വാഷ് ഉണ്ടാക്കാൻ സാധിക്കുന്നത്? അത് മധുരമുള്ളതായാലും മധുരമില്ലാത്ത സ്ക്വാഷ് ഐറ്റങ്ങളുടെ കാര്യത്തിലായാലും ഉണ്ടാക്കാൻ സാധിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇതൊന്ന് പൂർണ്ണമായിട്ട് കാണണമെന്നും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണമെന്നും അതോടൊപ്പം തന്നെ ഈ ചാനലൊന്ന് ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഞാൻ നിങ്ങളോട് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. എല്ലാവരോടും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.